പോലീസ് സംരക്ഷണയിൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കണമെന്ന ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പുതിയ പ്രഖ്യാപനത്തിനെതിരെ പ്രതിഷേധം ശക്തം. ടെസ്റ്റുകൾ നടക്കേണ്ടിയിരുന്ന സംസ്ഥാനത്തിലെ പല ഗ്രൗണ്ടുകളിലും വിവിധ തരത്തിലുള്ള പ്രതിഷേധ രീതികളാണ് സമരക്കാർ സംഘടിപ്പിക്കുന്നത്. സ്ലോട്ട് ലഭിച്ചവർ സ്വന്തം വാഹനവുമായി ടെസ്റ്റിനെത്തണമെന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്. എന്നാൽ പലയിടത്തും അപേക്ഷകരെത്തിയില്ല. ഇതോടെ ഉദ്യോഗസ്ഥരും മടങ്ങി. തിരുവനന്തപുരം, തൃശൂർ എന്നീ ജില്ലകളിലടക്കമുള്ള സ്ഥലങ്ങളിൽ സംയുക്ത സമിതിയുടെ പ്രതിഷേധമാണുണ്ടായത്. തിരുവനന്തപുരം മുട്ടത്തറയിലെ ടെസ്റ്റ് ഗ്രൗണ്ടിന് മുൻപിൽ സമരക്കാർ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു. തൃശൂർ അത്താണിയിൽ പ്രവർത്തകർ കുഴിമാടം നിർമ്മിച്ച് സമരം ചെയ്തു. കൊച്ചിയിലും കോഴിക്കോടും ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നില്ല. താമരശ്ശേരിയിലെ സ്വകാര്യ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ സമരക്കാർ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചതുകൊണ്ടുള്ള പണിമുടക്ക് തുടരാനാണ് CITU ഒഴികെയുള്ള മിക്ക സംഘടനകളുടെയും തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പോലീസ് സംരക്ഷണയിൽ നടത്തുമെന്ന് ഗണേഷ് കുമാർ അറിയിച്ചത്. സ്ലോട്ട് ലഭിച്ച അപേക്ഷകർ ടെസ്റ്റിന് ഹാജരാകണം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സ്വന്തം വാഹനവും ഉപയോഗിക്കാം. ബോധപൂർവം മാറി നിന്നാൽ അടുത്ത ടെസ്റ്റിന് അവസരം കിട്ടാൻ കാലതാമസമുണ്ടാവുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. പരമാവധി സ്ഥലങ്ങളിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഭൂമിയിലോ സന്നദ്ധത അറിയിക്കുന്ന സ്വകാര്യ ഭൂമിയിലോ ഗ്രൗണ്ടുകൾ അടിയന്തിരമായി ഒരുക്കാൻ RTOമാർക്ക് ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടെസ്റ്റിനുള്ള വാഹനം ലഭ്യമാകാത്ത സ്ഥലങ്ങളിൽ വാടകയ്ക്കെടുത്ത് ടെസ്റ്റ് നടത്തണം. ടെസ്റ്റ് തടസ്സപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല. ബാഹ്യശക്തികളുമായി ചേർന്ന് നിസാര കാരണങ്ങൾ പറഞ്ഞ് ടെസ്റ്റിനെത്തുന്നവരെ മടക്കി അയക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചാൽ കർശന നടപടിയുണ്ടാവും. സ്ലോട്ടുകൾ ലഭിച്ചവർ വരാതിരുന്നാൽ അവസരം നൽകാൻ വെയിറ്റിംഗ് ലിസ്റ്റ് തയ്യാറാക്കാനും ഗണേഷ് കുമാർ നിർദ്ദേശിച്ചു. തൊട്ടടുത്ത ദിവസങ്ങളിലെ സ്ലോട്ടിൽ നിന്ന് സന്നദ്ധത അറിയിക്കുന്നവരിൽ നിന്ന് നിശ്ചിത എണ്ണം അപേക്ഷകരെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നതും. അതേസമയം പരിഷ്കരണ നടപടികളിലെ പാളിച്ചയും പരിശീലകരുടെ സമരവും കാരണം കഴിഞ്ഞ 4 ദിവസമായി മുടങ്ങിയ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നു മുതൽ പോലീസ് സുരക്ഷയിൽ നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. പരമാവധി സ്ഥലങ്ങളിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഭൂമിയിലോ സന്നദ്ധത അറിയിക്കുന്ന സ്വകാര്യ ഭൂമിയിലോ ഗ്രൗണ്ടുകൾ അടിയന്തിരമായി ഒരുക്കാൻ RTOമാർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടെസ്റ്റിനുള്ള വാഹനം ലഭ്യമാകാത്ത സ്ഥലങ്ങളിൽ വാടകയ്ക്കെടുത്ത് ടെസ്റ്റ് നടത്തണം. ടെസ്റ്റ് തടസ്സപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.